ശരിയായ വിലയിരുത്തലാണോ സി പി എമ്മിൻ്റെ പരാജയത്തിൽ സി പി എം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ആദ്യഘട്ടം എന്ന നിലയിൽ ഒരു ശരിയായ വിലയിരുത്തലാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ചില കാരണങ്ങളുണ്ട്. രണ്ടു രീതിയിലാണ് പാർട്ടി എല്ലാ തോൽവികളെയും വിലയിരുത്തുന്നത്. ഒന്ന്, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ സംഘടനാപരമായ വിലയിരുത്തൽ. മറ്റൊന്ന്, ദീർഘകാലമായി പാർട്ടിയിൽ വരുത്തേണ്ട, പാർട്ടി നയങ്ങളിൽ വരുത്തേണ്ട സൈദ്ധാന്തികമായിട്ടുള്ള വിലയിരുത്തൽ. ഇതിപ്പോൾ ആദ്യം നടന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തെക്കുറിച്ച് കീഴ്ഘടകങ്ങളിൽ നടന്ന ചർച്ചകൾ ക്രോഡീകരിച്ചുകൊണ്ട് സംസ്ഥാന സമിതി 2 ദിവസമായി നടത്തിയ ചർച്ചയുടെ റിപ്പോർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് അന്തിമമല്ല. ഈ റിപ്പോർട്ട് ഇനി വീണ്ടും കീഴ്ഘടകങ്ങളിലേക്ക് പോകും. ഞാൻ മനസ്സിലാക്കുന്നത് 9, 10, 11 തീയതികളിൽ ഇവ വളരെ ആഴത്തിലുള്ള വിശകലനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യും. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ പലരും ഈ കീഴ്ഘടകങ്ങളിൽപ്പെട്ട സഖാക്കളടക്കം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അവർക്കൊരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ സംസ്ഥാന സമിതി തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ട്. ആ അർത്ഥത്തിൽ പല ലെയറുകളിലായിട്ടാണ് പാർട്ടി ഈ പരാജയത്തെ വിലയിരുത്തിയിരിക്കുന്നത്. ഞാനിതിൻ്റെ 2 വശവും കുറഞ്ഞ സമയം കൊണ്ട് പറയാമെന്ന് കരുതുന്നു. ഒന്ന്, സംഘടനാപരമായി ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നതിന് സ്വാഗതാർഹമായ ചില ഘടകങ്ങളുണ്ട്. എന്നാൽ അത് മാത്രം മതിയോ എന്ന ചോദ്യത്തിന് അത് പോരാ. സൈദ്ധാന്തികമായ കുറച്ചുകൂടി ആഴമേറിയ വിശകലനം നമ്മളുടെ ബഹുവർഗ സംഘടനകൾ നടത്തേണ്ടതുണ്ട്. ആദ്യത്തെ ഭാഗം, എന്തുകൊണ്ടാണ് ഇത് ശരിയായ വിലയിരുത്തലാണ് എന്ന് പറയുന്നത്? നോക്കൂ, തിരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിന് ശേഷം വളരെ പെട്ടെന്ന് പാർട്ടി അതിനെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചത് ഇതൊരു ന്യൂനപക്ഷ ഏകീകരണത്തിൻ്റെ ഫലമാണ് എന്നാണ്. അഥവാ തിരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് എപ്പോഴും വളരെ പെട്ടെന്ന് ഒറ്റ വാചകത്തിൽ അതിനെ വിലയിരുത്തിയത്, ഈ പരാജയം വരുന്ന ഓരോ ഘട്ടത്തിലും വിലയിരുത്തിയത് വലതുപക്ഷ മാധ്യമങ്ങളുടെ പ്രചരണ വേലയും അത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും പാർട്ടിക്കെതിരെ സംഭവിച്ചിരിക്കുന്നുവെന്നാണ്. പക്ഷേ അങ്ങനെ ലളിതയുക്തിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. നോക്കൂ, ഈ താഴെ ഘടകങ്ങളിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ചർച്ചകൾ ഈ സംസ്ഥാന സമിതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊന്ന്, പരമ്പരാഗത മേഖലകളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട്. അത് ആഴമേറിയതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതങ്ങനെ ആ വാചകങ്ങളിൽ ഒതുക്കിയാൽ പോലും അതിന് പല മുഖങ്ങളുണ്ട് എന്നാണ്. നോക്കൂ, ഇവിടെയാണ് പാർട്ടി സൈദ്ധാന്തികമായി എന്ത് മാറ്റമാണ് സംഭവിച്ചത് ഇടതുപക്ഷത്തിന് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാൻ പോകുന്നത്. അത് വളരെ സത്യസന്ധമായ സ്വാഗതാർഹമായ ഒരു നിലപാടാണ്. പരമ്പരാഗതമായ തൊഴിലാളികൾക്കിടയിലും മനുഷ്യർക്കിടയിലും പാർട്ടിയോടൊരു അവിശ്വാസം ഉണ്ടായിട്ടുണ്ടോ? അതാണ് ഇടതുപക്ഷം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. വെള്ളാപ്പള്ളി ചിരിച്ചില്ല, എം.വി. ഗോവിന്ദൻ മാഷിൻ്റെ ശരീര ഭാഷ കുറച്ചുകൂടി ലളിതമാക്കാം, അതൊന്നും അല്ല പ്രശ്നം. അതൊക്കെ വളരെ ലളിതമായ യുക്തികൾ മാത്രമാണ്. പക്ഷേ ആഴമേറിയ വിശകലനം വരാൻ പോകുന്നത് അവിടെ നിന്നാണ്. കാരണം എന്താ ഇങ്ങനൊരു തിരിച്ചറിവിൻ്റെ പ്രധാനപ്പെട്ട കാരണം? ആശാവർക്കർമാരുടെ പ്രശ്നത്തെ എങ്ങനെയാണ് ഈ സർക്കാർ സമീപിച്ചത്? ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. വിവിധ തൊഴിലാളികൾ, ഇപ്പോൾ നെൽകർഷകരുടെ ആത്മഹത്യ ഇടത് സർക്കാരിൻ്റെ കീഴിൽ സംഭവിക്കുമ്പോൾ അത് ഇടത് സർക്കാരിൻ്റെ കുറ്റമല്ല എന്ന് വ്യക്തമായി നമുക്ക് എല്ലാവർക്കും അറിയാം. കാര്യം അവിടെ ഇടത് സർക്കാർ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് പാഡി റെസിപ്റ്റ് ഷീറ്റുകൾ വെച്ചുകൊണ്ടാണ്. മറ്റൊരു സംസ്ഥാനത്തും അത് ചെയ്തിട്ടില്ല. നെല്ലിന് ഉയർന്ന താങ്ങുവില കൊടുക്കുന്ന സംസ്ഥാനമാണ്. പക്ഷേ അത് പോരാ. ആ നെൽകർഷകരുടെ വിഷയങ്ങൾ. മൂന്നാമത്തേത്, കേരളയിലുമായി ബന്ധപ്പെട്ട ഉയർന്ന ചർച്ചകൾ. നോക്കൂ, നന്ദിഗ്രാമിലും സിംഗൂരിലുമായിട്ടാണല്ലോ നമ്മൾ കേരളിനെ എപ്പോഴും ഉപയോഗിക്കുന്നത്. അടിസ്ഥാന വർഗത്തോട് എങ്ങനെയാണ് ഒരു സർക്കാർ ഇടപെടുന്നത് എന്നത് കൃത്യമായിട്ടും തെറ്റായ ദിശയിലാണ് എന്ന് ബോധ്യപ്പെടുത്തിയതായിരുന്നു കേരളയിൽ. ഇപ്പോൾ കേരളിൻ്റെ പ്രശ്നം എന്താ? അതിന് സൈദ്ധാന്തികമായൊരു പ്രശ്നം കൂടി ഉണ്ടെന്നേ. അതൊരു ഡീപ് പൊളിറ്റിസൈസ്ഡ് ഡെവലപ്മെൻ്റ് ആണ്. അഥവാ അരാഷ്ട്രീയവൽക്കരിപ്പിക്കപ്പെട്ട വികസനം എന്ന് ഇടതുപക്ഷം തന്നെ കരുതുന്ന ഒരാശയമാണ്. പക്ഷെ വളരെ വേഗം അത് മുന്നോട്ട് പോകും. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല എന്ന മട്ടിലൊരു നെറേറ്റീവ് ഉണ്ടാക്കുകയും ആ നെറേറ്റീവ് അത് വാസ്തവമാണെങ്കിൽ പോലും, കാര്യം അതിവേഗ യാത്രകൾ നമുക്ക് വേണം, അതിവേഗം നമുക്ക് വേണ്ട റെയിൽവേകൾ വേണം, അതാണല്ലോ ഇപ്പോൾ ഈ സർക്കാർ ആലോചിക്കുന്നത്. പക്ഷേ അത് ഉണ്ടാക്കി ഇമ്പാക്റ്റ് എന്താണെന്ന് തിരിച്ചറിഞ്ഞില്ല. മഞ്ഞക്കുറ്റി അവിടെ കൊണ്ട് ഇടുക എന്ന് പറയുമ്പോൾ അവിടെ നിന്നും ഉയർന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങളോട് അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച വിഭാഗങ്ങളോട് ചേർന്ന് നിൽക്കാൻ പാർട്ടിക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇന്ന് ആ സിംഗൂരിൽ, ബംഗാളിലെ സിംഗൂരിലും നന്ദിഗ്രാമിലും ടാറ്റയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി BJP ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുക. അവിടെ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ അത്തരം വികസന പദ്ധതികൾ വരുന്ന സമയത്ത് അത് അടിസ്ഥാന വർഗത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതിന് നിങ്ങൾ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് അതുകൊണ്ടാണ് ഇടത് സർക്കാർ മാറി UDF സർക്കാർ വരുമ്പോൾ കേരളയിൽ പദ്ധതി എടുത്തു മാറ്റുമ്പോൾ കേരളത്തിലുടനീളം നിങ്ങൾ ആഘോഷങ്ങൾ കാണിക്കുന്നത് അവരാരും പൂർണ്ണമായും വലുവൽക്കരിക്കപ്പെട്ട മനുഷ്യരല്ല, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ. ഇതെല്ലാം
പലതരത്തിലുള്ള പ്രതീക നിർമ്മാണങ്ങളാണ്. അതൊന്ന്. രണ്ടാമത്തത്, ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നാളിതുവരെയും സമ്മതിക്കാതിരുന്നൊരു വിഷയമായിരുന്നു യോഗി ആദിത്യനാഥിൻ്റെ വിഷയം. ഇന്നത് സമ്മതിച്ചിട്ടുണ്ട് വീഴ്ചയാണെന്ന്. യോഗി ആദിത്യനാഥിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? യോഗി ആദിത്യനാഥിനെ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ ശബരിമലയിലേക്ക് ഭക്തർ വരുന്ന സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ എല്ലാവരെയും ക്ഷണിച്ചിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിമാരെത്തിയില്ല. പകരം സന്ദേശമാണ് വന്നത്. പക്ഷേ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം തെരഞ്ഞുപിടിച്ച് വായിക്കുമ്പോൾ സ്വാഭാവികമായും അത് സംശയം ഉണ്ടാക്കുമെന്നുള്ളത് പാർട്ടിക്ക് ബോധ്യമായി. മാത്രമല്ല, അത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ പാർട്ടി എന്തിനാണ് യോഗി ആദിത്യനാഥിൻ്റെ മെസ്സേജ് വായിച്ചത്? മെസ്സേജ് വായിച്ചത് വളരെ ലളിതമാണ്. അപ്പുറത്തൊരു ബദലയ്യപ്പ സംഗമം നടത്തുന്നു. ബദലയ്യപ്പ സംഗമം നടത്തുന്നത് സംഘപരിവാറിൻ്റെ ആൾക്കാരാണ്. ആ സംഘപരിവാർ നടത്തുന്ന ബദലയ്യപ്പ സംഗമത്തേക്കാൾ യോഗി ആദിത്യനാഥിന്റെ മെസ്സേജ് വായിച്ച ഈ അയ്യപ്പ സംഗമത്തിനോടാണ് അയ്യപ്പ ഭക്തർക്ക് വിശ്വാസമെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇത് ചെയ്തത്. പക്ഷേ അല്ല, നിസ്സാരമല്ല. അല്ല, അത് വായിച്ചത് ആ വോട്ട് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബദൽ അയ്യപ്പ സംഗമത്തിന് പകരം യഥാർത്ഥത്തിലുള്ള അയ്യപ്പ സംഗമം ഇതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവിടെ വായിച്ചത്. അല്ലാതെ വായിക്കേണ്ട ഒരു കാര്യമേ ഇല്ല. അപ്പുറത്ത് സംഘപരിവാർ നടത്തുമ്പോൾ ഇപ്പുറത്ത് CPM അല്ല ഒരു മിനിറ്റ്, CPM അല്ല നടത്തുന്നത്, സർക്കാർ പോലുമല്ല, ബോർഡാണ്. അതിൽ താല്പര്യരഹിതം എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോഴവിടെ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കാനുള്ള താല്പര്യവും ഉണ്ടാകാൻ പാടില്ല. അത് എന്തുകൊണ്ടാണ് ആ സ്ട്രാറ്റജി പരാജയപ്പെട്ടത്? പക്ഷെ നാളിതുവരെയും CPM സമ്മതിച്ചിട്ടില്ല. പക്ഷേ ഈ വിലയിരുത്തലിൽ ആ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് തെറ്റായ മെസ്സേജ് കൊടുത്തു. അത് തെറ്റാണ് എന്ന് വിലയിരുത്തിയിരിക്കുകയാണ് സംസ്ഥാന സമിതി. ആ വിലയിരുത്തൽ ശരിയല്ലേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന് അത് അറിയില്ലേ? എല്ലാ കാലത്തും ഈ പറയുന്ന യോഗി അത് പിഴവാണ് എന്ന് സംസ്ഥാന സമിതി കണ്ടെത്തുമ്പോൾ അതിനെ നിങ്ങൾ അംഗീകരിക്കണം. അത് കണ്ടെത്തുക എപ്പോഴാണ്? അത് വോട്ട് കിട്ടിയിട്ടില്ല, തോറ്റു എന്നിടത്ത് അതെ, നോക്കൂ, ഇതൊരു സംസ്ഥാന സമിതി ഒറ്റയ്ക്കെടുത്ത തീരുമാനമൊന്നുമല്ല. കീഴ്ഘടകങ്ങളിൽ ഓരോന്നും ചർച്ച. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ അരുൺ, കീഴ്ഘടകങ്ങളിൽ നമ്മൾ വാർത്ത വായിച്ചല്ലോ, പിണറായി വിജയനും MV ഗോവിന്ദനെതിരായ വിമർശനം. ആ തീരുമാനങ്ങളെല്ലാം അതേപടി വന്നിട്ട് നേതൃ കമ്മിറ്റിയിൽ ഓരോ കമ്മിറ്റി എഴുതിയതൊക്കെ വായിക്കുകയല്ല ചെയ്യുന്നത്. അതവിടെ സംഗ്രഹിച്ചു വരുന്ന സമയത്ത് ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുക. അവിടെ നേതൃമാറ്റം വേണ്ടെന്നാണ് സംസ്ഥാന സമിതിയിലെ തീരുമാനം. നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല ജില്ലാ ഘടകങ്ങളിലും 14 ജില്ലകളിൽ 3-4 ജില്ലാ ഘടകങ്ങളിൽ ശക്തമായി വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷേ ഭൂരിപക്ഷം ജില്ലാ ഘടകങ്ങളിലും നേതൃമാറ്റം ഇപ്പോഴല്ല ആവശ്യം. പാർട്ടിക്ക് അങ്ങനെ ഒരു രീതിയില്ല. പാർട്ടി കോൺഫറൻസുകളിലാണ് നേതൃമാറ്റം ഉണ്ടാവുന്നത്, പാർട്ടി സമ്മേളനങ്ങളിലാണ് ഉണ്ടാവുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന തീരുമാനം പോലെ പോലുമല്ല, പാർട്ടി സെക്രട്ടറി എന്നത് പാർട്ടി സമ്മേളനം എടുക്കുന്ന തീരുമാനമാണ്. പാർട്ടിയാണ് അവിടെ ഏറ്റവും സുപ്രീം. അതിനെ ലംഘിക്കുക എന്ന കീഴ്വഴക്കം ഉണ്ടാക്കി വെച്ചാൽ ഈ പാർട്ടി തകരുക എന്നതിന്റെ അർത്ഥം. അത് പാർട്ടി കീഴ്ഘടകം ഒരിക്കലും 3 എന്താ പറഞ്ഞത്? ഗോവിന്ദ മാഷ് ഇപ്പോൾ മാറി നിൽക്കണം, പ്രതിപക്ഷ നേതാവായി മുഖ്യമന്ത്രി വരരുത് എന്ന് 3 പ്രധാനപ്പെട്ട ജില്ലാ ഘടകങ്ങൾ തീരുമാനം വന്നു. പക്ഷേ 11 ജില്ലാ ഘടകങ്ങളും അതിനെ എതിർത്തു. അത് തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കും. അതുകൊണ്ടാണ് നേതൃമാറ്റം ഇല്ലാതായി പോയത്. അപ്പോൾ നേതൃമാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ നിരാശപ്പെടുന്നത് സ്വാഭാവികമാണ്. അതവിടെ ഇരിക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, ശബരിമലയിലെ വിഷയത്തിൽ പത്മകുമാറിനെതിരെ എന്തായിരുന്നു പാർട്ടിയുടെ ഇതുവരെയുള്ള നിലപാട്? പത്മകുമാറിനെതിരെ പാർട്ടി സ്വീകരിച്ച നിലപാട് തെറ്റായ നിലപാടാണെന്ന് നമ്മൾ അടക്കം ഇവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളതാ. എന്താ നിലപാട്? പാർട്ടി ഒരു അച്ചടക്ക നടപടി കൈക്കൊള്ളണമെങ്കിൽ നിലവിൽ എന്താണ് പത്മകുമാർ ചെയ്തിരിക്കുന്നത്, തെറ്റുകൾ എന്താണെന്ന് നമുക്കറിയില്ല. കുറ്റപത്രം വരട്ടെ, കുറ്റപത്രം വന്നിട്ട് നടപടി എടുക്കാം എന്നതായിരുന്നു. പക്ഷേ പാർട്ടിയുടെ സംസ്ഥാന സമിതി കാര്യം അതൊരു പ്രതീതി നിർമ്മാണത്തിനും വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെട്ടു. അന്ന് CPM ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കാൻ വളരെ എളുപ്പമാണ്. പത്മകുമാറിനെ ആ പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്യുക, മാറ്റി നിർത്തുകയല്ല, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നത് മാത്രമല്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. അതിനുശേഷം കുറ്റപത്രം കൊടുത്ത് ഇയാൾ ശിക്ഷിക്കപ്പെട്ട ആളല്ല, ഇയാൾ കുറ്റവിമുക്തനാക്കപ്പെട്ട് വരികയാണെങ്കിൽ തിരിച്ചെടുക്കാമല്ലോ. എന്തുകൊണ്ട് പാർട്ടി ഇത് ചെയ്തില്ല? കാരണം പാർട്ടി കരുതിയത് അത് സാങ്കേതികമായൊരു ന്യായത്തിലൊതുങ്ങി. സംഭവം ശരിയാണ്, കുറ്റപത്രം വന്നാലേ ഒരു കുറ്റവാളിയാവുന്നുള്ളൂ, അതുവരെ അയാൾ അക്യൂസ്ഡ് മാത്രമാണ്. പക്ഷേ ഇതൊക്കെ നിയമത്തിന് മുന്നിൽ പറയാമെന്നല്ലാതെ ജനങ്ങളുടെ മുന്നിൽ, വിശ്വാസ സമൂഹത്തിന് മുന്നിൽ ഒരു പ്രതീതി നിർമ്മാണത്തിന് വലിയ വിഷയമാകുന്നത് പാർട്ടിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ പാർട്ടി ഇത് സമ്മതിക്കുന്നു. പത്മകുമാറിൻ്റെ കാര്യത്തിൽ അന്ന് മാറ്റി നിർത്തണം എന്നുള്ളൊരു തീരുമാനം മാത്രമേ എടുത്തുള്ളൂ. പകരം പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന കടുത്ത നടപടികൾ എടുക്കാതിരുന്നത് വലിയ തിരിച്ചടിയുണ്ടാക്കി. അതുപോലെ മൂന്നാമത്തത്, ഈ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ കൃത്യമായൊരു വിലയിരുത്തൽ ആദ്യഘട്ടത്തിൽ പാർട്ടി നടത്തിയിരുന്നെങ്കിൽ ഇത്രയും വലിയ പിഴവ് കൊടുക്കേണ്ടി വരുന്നില്ല. എന്താണ് പാർട്ടി വിമർശിച്ചിരുന്നു. പാർട്ടി അന്ന് ആദ്യം പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നത്, മതനിരപേക്ഷ സമൂഹത്തെ ദുർബലപ്പെടുത്തുന്ന ഇത്തരം അഭിപ്രായങ്ങൾ അത് ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും വിമർശിക്കപ്പെടേണ്ടതാണ് എന്ന് പാർട്ടി ഇത് കുറിപ്പിറക്കിയിരുന്നു.
പാർട്ടി CPM-ന്റെ പ്രസ്താവന കുറിപ്പാണ് വന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നു, അത് പേരില്ലായിരുന്നു. ആരുടെ ഭാഗത്ത് പ്രപഞ്ച സത്യമായിരുന്നു, അല്ലാതെ പാർട്ടിയുടെ നിലപാട് പറഞ്ഞില്ല. അതല്ല, പാർട്ടിയുടെ നിലപാടായിട്ട് തന്നെ പറഞ്ഞത്. പാർട്ടിയെ വിമർശിക്കുന്നു എന്നല്ല, വിമർശിക്കപ്പെടേണ്ടതാണ്. അല്ല, പാർട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നത്. ഈ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ട് CPM സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയാണ്. വെള്ളാപ്പള്ളി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വെള്ളാപ്പള്ളി പറയുന്നത് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ വിശ്വസിക്കുന്ന പാർട്ടി സെക്രട്ടറി അല്ല, അത് പറഞ്ഞത് മുഖ്യമന്ത്രി. എനിക്ക് നല്ല ഓർമ്മയില്ല, അന്നാകെ വെള്ളാപ്പള്ളി എന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് വിമർശിച്ചത് എം സ്വരാജ്. എം സ്വരാജിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ? എം സ്വരാജ് ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി അംഗമല്ലേ? നടേശന്റെ പ്രസ്താവനകൾ തീർത്തും നിരുത്തരവാദപരമാണ്. ശ്രീനാരായണ ഗുരുവും SNDP യോഗവും ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾക്കും വിരുദ്ധമാണത്. മതനിരപേക്ഷ സമൂഹത്തെ ദുർബലപ്പെടുത്തുന്ന ഇത്തരം അഭിപ്രായങ്ങൾ കേരളം തള്ളിക്കളയുന്നതാണ് എന്നാണ് പാർട്ടി സെക്രട്ടറി അംഗം കൂടിയായ സ്വരാജ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഏകനൊന്നുമല്ല, പാർട്ടിയുടെ പ്രസ്താവന വന്നു തന്നെയായിരുന്നു. പക്ഷേ പ്രശ്നം എന്താ? മുഖ്യമന്ത്രി അവിടെ വന്ന് പുകഴ്ത്തുന്നതോടുകൂടി പാർട്ടിയുടെ ദുർബലമായ പ്രതിരോധം അവിടെ തകർന്നുപോയി. അതുകൊണ്ടാണ് ഇന്ന് പാർട്ടി ശരിയായ വണ്ണം വിലയിരുത്തിയിരിക്കുന്നത്. ഊക്കുപോരാ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞിട്ടില്ല. അതിനുള്ളൊരു ശക്തി പോരായിരുന്നു ആ വിമർശനങ്ങൾക്ക് എന്ന് പാർട്ടി വിലയിരുത്തുകയാണ്. ആ വിലയിരുത്തൽ നിങ്ങൾക്ക് അംഗീകരിച്ചൂടെ? ആ വിലയിരുത്തൽ ശരിയാണെന്ന് സമ്മതിക്കാൻ അത്ര ബുദ്ധിമുട്ട്. തെറ്റ് തിരുത്തുന്നു എന്ന് പറയുന്നതിനെ അംഗീകരിക്കുക എന്നുള്ളത് മിനിമം സത്യസന്ധതയാണ് വിമർശനത്തിൽ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം, പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി നിർണ്ണയം പാളി എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി നിർണ്ണയം? കുഞ്ഞികൃഷ്ണൻ അവിടെ ഉയർത്തിയൊരു വിഷയത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാതെ, അത് അഡ്രസ്സ് ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ടി മധുസൂദനെ നിർത്തിയത് തെറ്റായിപ്പോയി എന്നല്ലേ വിലയിരുത്തൽ? ആ വിലയിരുത്തൽ സ്വാഗതാർഹമല്ലേ? ആ വിലയിരുത്തലല്ലേ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത്? അതെങ്ങനെയാ പാളിപ്പോവുക? അത് മാത്രമല്ല, ഉന്നയിക്കപ്പെട്ട ആരോപണം എന്തായിരുന്നു? പാർട്ടി അത് അതിൻ്റെതായ ഘടകങ്ങളിൽ ചർച്ച ചെയ്യുകയും പാർട്ടി അത് എന്താണോ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുകയും ഒരു ഘട്ടത്തിൽ ടി മധുസൂദനോട് വിശദീകരണം ചോദിക്കുകയും ചെയ്ത വിഷയമാണ്. പക്ഷേ കുഞ്ഞികൃഷ്ണൻ ഈ വിഷയം പുറത്തുന്നയിക്കുമ്പോൾ കുഞ്ഞികൃഷ്ണനെതിരെ ആക്രമണം നടത്തുകയും കുഞ്ഞികൃഷ്ണനെ തള്ളിപ്പറയുകയും, എന്നാൽ അതേസമയം ആ വിഷയം അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നതിന് പകരം അതേ ടി മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കിയതും പിഴച്ചുപോയി എന്നാണ്. അതാണ്. അതിനോടൊപ്പം വിഭാഗീയതയുണ്ടായിരുന്നു. പയ്യന്നൂരിൽ ഒരു ചെറിയ വിഭാഗീയത വിഷയമുണ്ടെന്ന് നമുക്കറിയാമായിരുന്നല്ലോ. പയ്യന്നൂരിൽ അത് പാളിപ്പോയി എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സംശയമില്ല. പയ്യന്നൂരിലെ പാർട്ടി സഖാക്കളല്ലേ പാർട്ടിക്കെതിരെ, പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് ചെയ്തത്. അപ്പോൾ പാർട്ടി സഖാക്കൾക്ക് ബോധ്യമാവുന്ന രീതിയിൽ സംസ്ഥാന നേതൃത്വമോ പാർട്ടിക്ക് ബോധ്യമാവുന്ന തരത്തിൽ ജില്ലാ കമ്മിറ്റിയോ പ്രവർത്തിച്ചില്ല എന്നുള്ള വിമർശനം അവിടെയുണ്ട്. രക്തസാക്ഷി ഫണ്ട് കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ അത് പാർട്ടി പരിശോധിച്ചോളാം, പാർട്ടിക്ക് അകത്ത് തീരുമാനിച്ചോളാം, നിങ്ങൾ അറിയേണ്ട കാര്യമില്ല എന്ന് ജനങ്ങളോട് പറഞ്ഞത് തിരിച്ചടിയായിട്ടുണ്ടെന്നേ. പാർട്ടിക്കുള്ളിൽ തന്നെയാണ് അത് പരിശോധിക്കേണ്ടത്. പാർട്ടിക്കുള്ളിലാണ്, പാർട്ടിക്ക് പുറത്തല്ല പരിശോധിക്കേണ്ടത്. പാർട്ടിക്കുള്ളിൽ, കാരണം അത് പാർട്ടിയുടെ രക്തസാക്ഷി ഫണ്ട് ബന്ധവുമായി ബന്ധപ്പെട്ട് പാർട്ടി സഖാക്കളുമായി ബന്ധപ്പെട്ട് നടത്തിയ പിരിവാണ്. അത് പാർട്ടിക്കുള്ളിൽ വിശദീകരിക്കണം. പക്ഷേ അത് വിശദീകരിക്കുമ്പോൾ അതിനുള്ളൊരു ക്രമക്കേട് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ മനുഷ്യനെ കള്ളനെന്ന് വിളിച്ച് പൊതുസമൂഹത്തിൽ അധിക്ഷേപിച്ച് അതേ ആരോപണ വിധേയനായ മനുഷ്യനെ നിർത്തുമ്പോൾ അത് വെല്ലുവിളിയായിട്ട് പാർട്ടി സഖാക്കൾ കരുതി. അത് പാളിപ്പോയി എന്നാണ് വിലയിരുത്തൽ. പാർട്ടി സഖാക്കൾ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവർ മാത്രമായിരിക്കില്ല രക്തസാക്ഷി ഫണ്ടിലേക്ക് പൊരുത്തക്കേടുകൾ പാർട്ടി എന്നേ ചർച്ച ചെയ്ത വിഷയമാണ്. പാർട്ടി ചർച്ച ചെയ്ത വിഷയമാണ്. അതിൽ അഭിപ്രായ വ്യത്യാസം. പ്രശ്നം എന്താ? ടി മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കിയില്ലായിരുന്നെങ്കിൽ കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുമായിരുന്നോ? ഇല്ല, മത്സരിക്കില്ലായിരുന്നെങ്കിൽ അടുത്ത ഇനി അവിടെ ഒരു CPM സ്ഥാനാർത്ഥി വിജയിക്കില്ലായിരുന്നോ? കൃത്യമായ മെസ്സേജ് മധുസൂദനെ നിർത്തിയതാണ് പ്രശ്നം. ഈ മധുസൂദന് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ CPM ജയിക്കുമായിരുന്നു. അവിടെ കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുകയുമില്ലായിരുന്നു. അത് അടിസ്ഥാന അവിടെയാണ് സ്ഥാനാർത്ഥി പാളിപ്പോയത്. അത് വിലയിരുത്തുന്നത് ശരിയല്ലേ? അടുത്തത് SIR കൊണ്ടുവന്നത് പിണറായി വിജയനാണെന്ന തരത്തിലുള്ള വലിയ വർഗീയ പ്രചരണം ലീഗിന്റെയും ചില നേതാക്കൾ നടത്തിയില്ലേ? പ്രാദേശികമായി വീഡിയോകൾ സർക്കുലേറ്റ് ചെയ്തില്ലേ? വലിയ രീതിയിൽ ഈ പിണറായി സർക്കാർ അധികാരത്തിലിരുന്നാൽ നിങ്ങൾക്ക് വോട്ടവകാശം നഷ്ടപ്പെടുമെന്ന മട്ടിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ കാലയളവിൽ വീട് തോറും പല ആളുകളും ക്യാമ്പയിൻ ചെയ്യുന്നതിന് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ലേ? അത് വിലയിരുത്തിയിട്ടുണ്ട്. അടുത്തതാണ് പ്രതീത നിർമ്മാണം നടത്തിയിട്ടുണ്ട്. ഉണ്ടെന്നേ, പ്രതീത നിർമ്മാണം എങ്ങനെയാണ് പല ഘട്ടങ്ങളിലായിട്ട് പല അടരുകളിൽ നടത്തിയിട്ടുണ്ട്. CPM ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഈ പറയുന്ന ബിൽബോർഡുകളിൽ വെച്ചിരിക്കുന്ന പിണറായി വിജയന്റെ പടമായിട്ടാണെങ്കിൽ പല കാലങ്ങളിൽ ആയിട്ട് തുടർന്നിരിക്കുന്ന ഒരു അൽഗോരിതം ഉപയോഗിച്ച് മാനിപ്പുലേറ്റ് ചെയ്യുന്ന പല ലെയറുകളിലുള്ള പ്രചരണ തന്ത്രമാണ് കോൺഗ്രസ് ഉപയോഗിച്ചത്. പല ഘട്ടങ്ങളിൽ ആദ്യം ഡാറ്റ ലെയറുകൾ ഉണ്ടാക്കി,
വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, കമ്മ്യൂണിക്കേഷൻ ലെയറുകൾ ഉണ്ടാക്കി, അതിന് പറ്റുന്ന ഉള്ളടക്കങ്ങൾ ഉണ്ടാക്കി, വളരെ കൃത്യമായി NGOകൾ അടക്കം താഴെത്തട്ടിലുള്ള മുഴുവൻ ആളുകളെയും കോർഡിനേറ്റ് ചെയ്ത് ഉപയോഗിച്ച രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു UDFിൻ്റേത്. ആ പ്രചരണത്തിനോടൊപ്പമാണ് പ്രതീതി നിർമ്മാണവും നടന്നു. ആ പ്രതീതി നിർമ്മാണത്തിൻ്റെ കൂടി ഫലമാണ് യഥാർത്ഥത്തിൽ ഈ പരാജയം എന്നാണ് വിലയിരുത്തിയിരിക്കുന്നത്. ഒരൊറ്റ പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട സംഘടനാപരമായ പാളിച്ചകളാണെങ്കിൽ അതിനും അപ്പുറത്തേക്കുള്ള സൈദ്ധാന്തികമായ വിഷയം ഈ പാർട്ടി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ പക്ഷം. കാരണം ഈ വിലയിരുത്തൽ കൊണ്ട് ഇത് മതിയാവില്ല. ഇത് സംഘടനാപരമായ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എങ്ങനെയാണ് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടി ഈ കാലഘട്ടത്തിൽ ഒരു ഉദാരീകരണത്തിൻ്റെ കാലഘട്ടത്തിൽ, നവലിബറൽ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അമിതമായി വികസന രാഷ്ട്രീയത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കുക? അങ്ങനെ അമിതമായി വികസന രാഷ്ട്രീയത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു വലിയ പരാജയം എന്ന മട്ടിൽ കൂടി നമുക്കെതിരെ കാണേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ നോക്കൂ, ഒരു ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ച് പൊതുസമൂഹത്തിനുണ്ടാവുന്ന പ്രതീക്ഷകൾ എന്താ? അതൊരു ഇടതുപക്ഷ സർക്കാരാവുന്നത് എപ്പോഴാണ്? ലോകത്തുള്ള എല്ലാ ഇടതുപക്ഷ സർക്കാരും ഇപ്പോൾ നേരിടുന്നൊരു പ്രശ്നമുണ്ട്. കാര്യം ആ സർക്കാരുകളൊന്നും പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സോഷ്യലിസ്റ്റ് സാമൂഹിക വ്യവസ്ഥിതിയിലോ ഒരു സോഷ്യലിസ്റ്റ് ആശയത്തിന് വലിയ ഏതെങ്കിലും തരത്തിൽ സാംസ്കാരികമായ പിന്തുണയുള്ള ഒരു ലോകത്തോ അല്ല. പകരം ഈ പ്രവർത്തിക്കുന്ന ലോകത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ആ ലോകം അങ്ങേയറ്റം ലിബറലൈസ് ചെയ്യപ്പെട്ട, ന്യൂ ലിബറലൈസ് ചെയ്യപ്പെട്ട ലോകമാണ്. അവിടുത്തെ പ്രശ്നം എന്താ? ഒരേ സമയം രണ്ട് വൈരുദ്ധ്യങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും പാർട്ടി. പക്ഷേ നിങ്ങൾ ഏതിനാണ് പിന്തുണ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദാഹരണത്തിന് അമിതമായ വികസനം, നിങ്ങൾക്ക് വികസനത്തോടുള്ളൊരു താല്പര്യവും വാദവും ഉണ്ടാവുക. റോഡുകൾ നിർമ്മിക്കുന്നു, പാലങ്ങൾ നിർമ്മിക്കുന്നു, ഇതാണ് ഈ സർക്കാർ എന്ന് പറയുന്നു. അത് വളരെ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രാഷ്ട്രീയമാണ്. അത് CPM തള്ളിക്കളയാൻ കഴിയില്ല, ഇടതുപക്ഷത്തിന് തള്ളിക്കളയാൻ കഴിയില്ല, ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ മറുഭാഗത്ത് അത് മാത്രം കൊണ്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പിനെ ജയിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇടതു സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താ? ഉദാഹരണത്തിന് ക്ഷേമ പദ്ധതികൾ നിങ്ങൾ കൊടുക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ വിഭവങ്ങളുടെ പുനർവിതരണം ഉറപ്പാക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പൊതുവിതരണ സമ്പ്രദായത്തെ എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ജെൻഡർ ജസ്റ്റിസിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അടിസ്ഥാന വർഗത്തെ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഇവരെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വികസനത്തെ താലൂലിക്കുക എന്ന് പറയുന്നൊരു ബാധ്യത കൂടിയുണ്ട്. ഇതൊരു സീസോ ബാലൻസിങ് പോലെയാണ്. ഒന്ന് താഴുമ്പോൾ ഒന്ന് പൊങ്ങുന്ന അവസ്ഥയാണ്. ലോകമെമ്പാടുമുണ്ട്. ഇത് കേരളത്തിൽ മാത്രമല്ല. ഇതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കൂ, ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഏറ്റവും അപകടം പിടിച്ചൊരു കാര്യമാണ് ബ്യൂറോക്രാറ്റൈസേഷൻ. നിങ്ങൾ വികസനം മുഴുവൻ ടെക്നോക്രാറ്റ്സിന് വിട്ടുകൊടുക്കും. അങ്ങനെ ടെക്നോക്രാറ്റിന് വിട്ടുകൊടുക്കുമ്പോൾ ആ ടെക്നോക്രാറ്റുകളെ ബ്യൂറോക്രാറ്റുകളാണ് പിന്നീട് സംസ്ഥാനം ഭരിക്കുക. അങ്ങനെ ടെക്നോക്രാറ്റുകളെ സംസ്ഥാനം ഭരിക്കാൻ അനുവദിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു വലിയ അപകടം കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് സംഭവിച്ചിട്ടുണ്ട്. നോക്കൂ, അത് UDFിനും സംഭവിക്കാൻ പോകും. പക്ഷേ UDFിന് ആ ബാധ്യതയില്ല. ഏത് ബാധ്യത? ഇടതുപക്ഷത്ത് നിൽക്കേണ്ട ബാധ്യതയില്ല. അതുകൊണ്ട് UDF എല്ലാ കാലത്തും ഒറ്റ ഓറിയന്റേഷനേ ഉണ്ടാവുള്ളൂ. മൈക്രോ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞു പോകും. അതിൻ്റെ ഭാഗമായി വരും അടിസ്ഥാന വർഗവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും സ്വാഭാവികമായും ഇടതുപക്ഷത്തേക്ക് പോകും. ഇടതുപക്ഷം 10 വർഷം ഭരിച്ചു കഴിഞ്ഞിട്ടും പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ഇടതിനോടൊപ്പം നിന്നില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളതിന് സൈദ്ധാന്തികമായിട്ടുള്ള എവിടെയാണ് സർക്കാർ പരാജയപ്പെട്ടു പോയത്? ബ്യൂറോക്രാറ്റൈസേഷൻ്റെ കാര്യത്തിൽ, വികസനത്തിൻ്റെ കാര്യം പറയുമ്പോൾ വിയോജിപ്പുകൾ അടിച്ചമർത്തുന്ന കാര്യത്തിൽ കേരളയിലും ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതാ. അതേപോലെ സ്വകാര്യ മൂലധനവുമായിട്ടുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന കാര്യത്തിൽ ഒക്കെ എവിടെയെങ്കിലും പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതുകൂടി തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് രണ്ടും ബാലൻസ് ചെയ്യാതെ ഒരു ഇടത് രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പിനെ വിജയിച്ച് കയറുക അസാധ്യമാണ്. അതിനേക്കാളും അപ്പുറം വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളുടെ വലിയ പ്രതീതി നിർമ്മാണം, വലിയ രീതിയിലുള്ള പ്രതീതി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയെ മറികടക്കാനുള്ള സംവിധാനം കൂടി കണ്ടെത്താത്തിടത്തോളം കാലം സാധാരണ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ലോക്കൽ കമ്മിറ്റിയിലേക്ക്, ലോക്കൽ കമ്മിറ്റി അംഗം വീടാന്തരം കയറി ഇറങ്ങി നടത്തുന്ന പ്രചരണം കൊണ്ടോ ലഘുലേഖകൾ കൊണ്ടോ ഈ തെരഞ്ഞെടുപ്പിനെ വിജയിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ പക്ഷം. ഒരൊറ്റ മിനിറ്റ്, എനിക്കൊരൊറ്റ കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട്. നമ്മളിപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ കത്ത് വായിച്ചു പോയതൊരു ആക്സിഡൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അതൊരു തിരുത്തൽ നടത്തുന്നു എന്നൊക്കെ പറയുകയാണല്ലോ. പക്ഷെ അതൊക്കെ എത്രത്തോളം ആഴത്തിൽ വേരോടിയിരിക്കുന്നു പാർട്ടിക്കകത്ത് എന്നുള്ള ആശങ്കപ്പെടുന്ന കാര്യമാണ്. KN കുഞ്ഞഹമ്മദ് പാർട്ടി സൈദ്ധാന്തികനാണ്. അദ്ദേഹം ഇന്ന് 2 മണിക്കൂർ മുമ്പിട്ട പോസ്റ്റാണ്. ജനാധിപത്യത്തിൻ്റെ അകത്തളങ്ങളിലും RSS കളി തുടങ്ങുന്നുവോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്നത് DYFIയുടെ കോഴിക്കോട് നടക്കുന്ന സെമിനാർ. ആ സെമിനാറിലേക്ക് DYFI കോഴിക്കോട് ജില്ലാ സമ്മേളനം, അതിൽ വന്ദേ മാതരം ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ അദ്ദേഹത്തെ സംസാരിക്കാൻ വിളിച്ചിരിക്കുകയാണ്. KN കുഞ്ഞഹമ്മദും VK സനോജുമാണ് അതിൽ പങ്കെടുക്കുന്നവർ. അതിലൊരു ചാറ്റ് നടന്നതാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്. KN എല്ലാം നമ്മൾ എന്തിനാണ് സ്പേസ് കൊടുക്കുന്നത്? നമ്മുടെ സംഘടനാ സഖാക്കൾ പണിയെടുത്ത് ആളുകളെ എത്തിച്ച് ഇയാൾക്ക് ഓഡിയൻസ് ഉണ്ടാക്കണോ? നമുക്ക് സംസാരിക്കാൻ എന്താണ്? നമ്മുടെ ആളുകളില്ലേ എന്നുള്ളതാണ്. നമുക്ക് സംസാരിക്കാൻ ആളുകളില്ലേ? ഇയാളൊക്കെ തിരിഞ്ഞു കൊത്തും എന്നുള്ള പ്രയോഗം KN കുഞ്ഞഹമ്മദാണ്. KN കുഞ്ഞഹമ്മദിന്
ഈ നിലയ്ക്ക് ഒരു അനുഭവം ഉണ്ടായത് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇത് എവിടെ ഏത് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു, എവിടെയാണ് നിങ്ങൾ തിരുത്തൽ തുടങ്ങുന്നത് എന്നുള്ള സംശയം ഉയർത്തുന്ന ഒരു കാര്യം KN തന്നെ ചൂണ്ടിക്കാണിച്ചു. KN കുഞ്ഞുമോന്റെ സോഷ്യൽ മീഡിയയിലാണോ ഫേസ്ബുക്ക് പോസ്റ്റ്? ഇത് എവിടെയാണ് ഈ പരാമർശം ഉണ്ടായത്? ജനാധിപത്യത്തിന്റെ അകത്തളങ്ങളിലും RSS കളി തുടങ്ങുന്നുണ്ടോ? KN എല്ലാ സ്പേസ് നമ്മൾ നമ്മുടെ സംഘടനാ സഖാക്കൾ പണിയെടുത്ത ആളുകളെ എത്തിച്ച് ഇയാൾക്ക് ഓഡിയൻസ് കൊടുക്കണോ? നമുക്ക് എന്താണ് സംസാരിക്കുന്ന ആളുകൾ ഇയാളൊക്കെ തിരിഞ്ഞു കൊത്തും എന്ന് അത് KN കുഞ്ഞഹമ്മദ് ആണ് എന്നാണ് KN കുഞ്ഞഹമ്മദ് കരുതുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നത്. അദ്ദേഹത്തിന് വേറെയും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അത് വിലയിരുത്തപ്പെടേണ്ടതാണ്. ആ പോസ്റ്റ് ഞാനും കണ്ടു. പോസ്റ്റ് ഇപ്പോൾ കുറച്ച് സമയം മുമ്പാണ്, 2 മണിക്കൂർ മുമ്പിട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ജനാധിപത്യത്തിൻ്റെ അകത്തളങ്ങളിലും RSS കളി തുടങ്ങുന്നുവോ എന്നാണ് ആ പരിപാടി. പക്ഷേ ഉള്ളത് KN കുഞ്ഞഹമ്മദ് ജൂൺ 10-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് DYFI സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. ഓക്കെ, കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ പോസ്റ്റർ ഷെയർ ചെയ്ത് ഏതോ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലുണ്ടായ ഒരു ചർച്ച, വാട്സ്ആപ്പ് ചർച്ചയാണത്. അതായത് DYFIക്കകത്തുണ്ടായ ചർച്ച DYFIക്കകത്തുണ്ടായ ചർച്ചയാണ്. നമുക്ക് ആളുകളുണ്ടല്ലോ എന്ന് ഏതെങ്കിലും പാർട്ടി സൈബർ ഗ്രൂപ്പിലായിരിക്കും. അല്ല, ജനാധിപത്യത്തിന്റെ അകത്തളങ്ങളിലും RSS കളി തുടങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് വളരെ ആശങ്കപ്പെടുത്തുന്ന ചോദ്യം തന്നെയാണ്. അത് DYFIക്കുള്ളിലാണെങ്കിലും ശരി, അതല്ല UDFിന്റെ ഉള്ളിലാണെങ്കിലും ശരി, ഏത് ജനാധിപത്യത്തിന്റെ സ്പേസിലും സാമാന്യവൽക്കരിച്ചാൽ അല്പം ആശ്വാസം ഉണ്ടാവും. കുഴപ്പമില്ല, അപ്പൊ അങ്ങനെ നിർത്താം. 100% നമ്മളൊരു വിഷയം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉടനെ സാമാന്യവൽക്കരിക്കാൻ പോകുകയില്ല. അങ്ങനെ വിലയിരുത്തണമല്ലോ. RSS ഏതാണെങ്കിലും RSSന് ഗാന്ധിഘാതകനായ RSSകാർക്കൊപ്പം ഏതെങ്കിലും തരത്തിൽ UDFിനോ കോൺഗ്രസിനോ പൊരുത്തപ്പെടാൻ പറ്റുമോ? എന്താ വിഷയം? അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല, ഇപ്പൊ KN അത് പോസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായതിൽ മനോവേദന ഉള്ളത് കൊണ്ടാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം ബഹുമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു പരാമർശം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അതൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായ പ്രതികരണമാണ്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളില്ല. ഈ പാനലിലുള്ള മാത്രമല്ല, DYFI സംഘടിപ്പിക്കുന്ന RSS വിരുദ്ധമായിട്ടുള്ള ഒരു പരിപാടിയിലാണ്, വന്ദേമാതരം ചരിത്രവും വർത്തമാനവും എന്ന ക്രിട്ടിക്കലായ പരിപാടിയിലാണ് അദ്ദേഹത്തെ ക്ഷണിക്കാൻ വിളിച്ചിരിക്കുന്നത്. ഇനി ഏതെങ്കിലും വ്യക്തികൾ അയച്ചു കൊടുക്കുന്നതാണോ? പക്ഷെ ആരാണെങ്കിൽ പോലും അവർ DYFIയുടെ ഉള്ളിൽ നിൽക്കുന്ന അപകടകരമാണ്. അക്കാര്യത്തിൽ എനിക്കും തർക്കമൊന്നുമില്ല. Meet the editors.